സത്യത്തില് എന്താ അമ്മയുടെ അസുഖം? എന്താ അസുഖം? അല്ല, ഇപ്പൊ പ്രായം കൂടി വരുമ്പോ എന്തെങ്കിലും അസുഖങ്ങൾ വരാറില്ലേ? നീ എന്നെ ആദ്യമായിട്ട് കാണുക? അല്ല, ഇന്ന് ആദ്യമായിട്ടല്ലേ കാണുന്നത്? 24 മണിക്കൂറും ഡ്യൂട്ടി എന്ന് പറഞ്ഞ് നടന്നിരുന്ന ചെറുക്കനാ. ഇതിപ്പോ കുഴമ്പിട്ട് കൈ തടകി തരിക, അമ്മയുടെ രോഗവിവരം അന്വേഷിക്കുക. നിനക്കിതെന്താ പറ്റിയേ? അത് ജീപ്പിന്ന് ഇറങ്ങിയപ്പോ ഇവിടെ ഒന്ന് തട്ടിയതാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അമ്മയൊന്ന് വീണെന്ന് കരുതി ഇങ്ങനെ പേടിക്കണ ഉണ്ണി. നിന്റെ ഓരോ പുതിയ രീതികൾ കാണുമ്പോ ഇതെന്റെ ഉണ്ണിയെല്ലാം തോന്നിപ്പോവുക. അയ്യോ, അങ്ങനെ പറയരുത്. ഞാൻ അമ്മയുടെ മകൻ ഉണ്ണി തന്നെയാ. സൂക്ഷിച്ചൊന്ന് നോക്കേ. എന്തിനാ സൂക്ഷിച്ചു നോക്കണേ? എന്റെ കുട്ടിയെ എനിക്കറിയില്ലേ. അഥവാ ഉണ്ണിയുടേതായിട്ട് എന്തെങ്കിലും മാച്ച് ആകാത്തതായിട്ടുണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ അതേപോലെ ആയിക്കോളാം. ഉണ്ണിയെപ്പോലെ ആകാമെന്നോ? അത് പിന്നെ പഴയതുപോലെ ആകാന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അമ്മയ്ക്ക് എന്നോടുള്ള ഇഷ്ടം കൂടുമല്ലോ. അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി മോൻ പഴയതും പുതിയതും ഒന്നും ആകണ്ട. ഒരമ്മയ്ക്ക് മക്കൾ എന്തായാലും ഒന്നുപോലെ തന്നെ. അപ്പൊ അമ്മ മാവേലിയെ പോലെ അല്ലേ? മാവേലി നാടുവാണിടും കാലം മക്കളെല്ലാവരും ഒന്നുപോലെ. അമ്മയെ കാണുമ്പോ എനിക്ക് എന്റെ സ്വന്തം അമ്മയാണ് ഓർമ്മ വരുന്നത്. അല്ല, സ്വന്തം അമ്മയെ കാണുമ്പോ സ്വന്തം അമ്മയല്ലേ ഓർമ്മ വരേണ്ടത്, വേറെ ആരുടെങ്കിലും അമ്മയാണ്. നിനക്കിങ്ങനെ തമാശ പറയാൻ അറിയോ? പിന്നെ ഒരുപാട് തമാശ അറിയാം. പറയട്ടെ, ചായക്കടയിൽ കയറി ഒരാൾ ലൈറ്റ് ആയിട്ട് എന്തുണ്ട്, ട്യൂബ് ലൈറ്റും ബൾബും. ഇപ്പൊ നിന്റെ പെരുമാറ്റ സംസാരമെല്ലാം ശരിക്കും നിന്റെ അച്ഛന്റെ പോലെ തന്നെയാ. എന്താ? ഒന്നുമില്ല. താങ്ക് യു അമ്മച്ചി. അമ്മച്ചിയോ? അമ്മയെന്ന് വിളിച്ചെടുത്ത് ഇതെന്താ ഒരു പുതിയ വിളി? അമ്മയെന്ന് തന്നെ വിളിച്ചത്. പിന്നെ ജലദോഷമുള്ളതുകൊണ്ട് കൂടെ കണ്ട കൈ. ഹലോ, ഞാൻ സ്പീക്കിംഗ്. പാലേട്ടാ, ഇത് ഞാനാ, ഉണ്ണികൃഷ്ണൻ. ഏത് ഉണ്ണികൃഷ്ണൻ? ചേട്ടാ, ഇത് ഞാനാ, ഉണ്ണി. ഓ, ഉണ്ണി. താനെവിടുന്ന? ഒരു STD ബൂത്തിൽ നിന്നാ. താനോട് എന്തെടുക്ക? ഞാൻ ചേട്ടായിക്ക് ഫോൺ ചെയ്തോണ്ടിരിക്കല്ലേ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. എങ്ങോട്ട്? വീട്ടിലേക്ക്. അല്ലാതെ പിന്നെ എങ്ങോട്ടാ? ഫോൺ താഴെ വയ്ക്ക്. വച്ചു. എന്റെ ഈശ്വര, ആ ഒറിജിനൽ ഇങ്ങോട്ട് വരാൻ പോകുന്നു. ഈ അണ്ടകടാഹത്തിൽ ആ ജഗദീശ്വരൻ എവിടെ പോയി തപ്പിപ്പിടിക്കാനാ? എന്റെ ജഗദീശ്വര. എന്താ എന്നെ വിളിച്ചോ? മേളിലുണ്ട്. ഏട്ടൻ ലേശം അബ്നോർമൽ ആയിട്ടുണ്ട്. തലയ്ക്ക് അടി കിട്ടിയതിന്റെ ഷോക്ക് ആയിരിക്കോ? ഉണ്ണി, തമാശയൊക്കെ നിർത്തിയിട്ടിങ്ങി വാ. എടാ ബാല, എന്തൊരു ശബ്ദമാടാ ഇത്? ഇത്രയും കാലം ഇല്ലാതിരുന്ന അച്ഛന്റെ ഈ ശബ്ദവും തമാശ പറച്ചിലും ഒക്കെ എവിടുന്ന് കിട്ടി? എന്തോ ഒന്ന് വരൂ. ഞാൻ അമ്മയ്ക്ക് കുഴമ്പിട്ടോണ്ടിരിക്കുന്നത് കാണുന്നില്ലേ? സ്റ്റേഷനിൽ നിന്നൊരു ഫോൺ വന്നിരിക്കണ്ട. എന്നെ എന്തിനു വിളിക്കണം? ഇവന്മാരുടെ ഒരു ഡ്യൂട്ടി. ലീവാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇനി ഇപ്പൊ സ്റ്റേഷനിലേക്ക് പോകുന്ന എന്തിനാ മോനെ? അതെ, ഇവനോട് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ കോൺസ്റ്റബിൾ പറഞ്ഞു. കോൺസ്റ്റബിൾ SIയോട് അയാളെ അങ്ങോട്ട് വിളിക്കാനോ? അതാരാ ആ കോൺസ്റ്റബിൾ? ചേട്ടന് തെറ്റിയതാ അമ്മേ. IG ആയിരിക്കും വിളിക്കാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പേര് കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലേ? അതെ. എന്താട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, നീ ഇവിടെ കൊട്ടൻ ചുക്കാതെയുടെ അളവും രാസനാദി പൊടിയുടെ തൂക്കം നോക്കി ഇരുന്നോ? എടാ മണ്ട, തല മറന്ന് എണ്ണ തേക്കരുത്. തലയിലല്ലോ, അമ്മയുടെ കയ്യിലല്ലേ. ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ. എടാ, നമ്മൾ എന്തിനാ ഇവിടെ ഇങ്ങനെ തങ്ങുന്നത്? സുഖിച്ച് ജീവിക്കാൻ. എന്താ ചേട്ടൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ലേ? ബ്രേക്ക്ഫാസ്റ്റിലെ ലഞ്ചിന്റെ ഒക്കെ സുഖം തീരാൻ ഇനി ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ. അതെന്താ ഏട്ടാ? അയ്യോ, അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആരാചാര്യൻ, നിന്റെ അപരൻ. എടാ, ചേട്ടനാണെന്ന് കരുതി അയാൾ ഇപ്പൊ എനിക്ക് ഫോൺ ചെയ്തതേ ഉള്ളൂ. അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാറുന്നില്ലേ? അയാളുടെ വീട്ടിലോട്ട് വരണ്ടെന്ന് പറയാൻ ഞാൻ അയാളുടെ ആരടാ? പൊളിഞ്ഞു, എല്ലാം പൊളിഞ്ഞു. അയ്യോ, ഈ ചേട്ടനൊരു മണ്ടൻ തന്നെ. എന്താടാ ചേട്ടൻ എന്തിനാ പേടിക്കുന്നത്? ആ വരുന്നത് ഞാനല്ലേ. അയ്യോ, അയാള് നീയാണെന്ന് നിനക്കല്ലേ അറിയൂ, അയക്കറിയില്ലോ. കൺഫ്യൂഷൻ ആക്കല്ലേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാൻ നിന്ന് അകത്താവും. പോലീസ് ഡ്രസ് ധരിച്ച് അനിയൻ ഓട്ടോയിൽ വന്നിറങ്ങി വീട്ടിലേക്ക് കയറി പോയിട്ടുണ്ട്. ഒരു 1000 രൂപ ഇങ്ങനെ. 1000 രൂപയോ? കയ്യിലില്ലെങ്കിൽ വേണ്ട, ഞാൻ എടുത്തോളാം. എങ്കിൽ 1000 എനിക്ക് കൊടുത്താ. നീ എന്തിനാ സൂക്ഷിച്ചു നോക്കുന്നത്? എനിക്ക് തുമ്മാനും പാടില്ലേ? ആരാ പറഞ്ഞത് തുമ്മണ്ടാന്ന്? പക്ഷെ ഇങ്ങനെ വൃത്തിയായിട്ട ശബ്ദത്തിൽ തുമ്മിയതോടെ നോക്കിയതാ. ചേട്ടായി, ആ ഉണ്ണി എത്തിയല്ലോ, ഞാൻ ചായ എടുക്കാം. വേണ്ട എടുത്തേ. ചേട്ടായി, ഞാൻ ഒന്നും പറയണ്ട, ചായ കുടിച്ചിട്ട് സംസാരിച്ചാ മതി. നീ ചായ എടുക്ക്. ഇപ്പൊ കൊണ്ടുവരാം. ചേട്ടായി, ഞാൻ അവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വരിക. ആകെയുള്ള ആശ്വാസം ആ കമ്പ്യൂട്ടർ ഡിസ്ക് അവന്മാരുടെ കയ്യിൽ പറ്റില്ല എന്നുള്ളതാണ്. ഇനി ആ ടൂറിസ്റ്റ് കാർ കണ്ടുപിടിക്കണം. ടൂറിസ്റ്റ് കാർ കയറി എവിടെ പോവാ?
ഓ എന്റെ ചേട്ടായി, കമ്പ്യൂട്ടർ ഡിസ്ക് ഞാൻ ആ കാറിന്റെ സീറ്റിനകത്തല്ലേ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഓ. KL 4846. തലയ്ക്ക് അടിയേറ്റ് ചേട്ടായി നിലത്ത് വീഴുന്നത് ഞാൻ കണ്ടാണല്ലോ. എന്നിട്ട് എങ്ങനെ ഇവിടെ എത്തി? അപ്പൊ എന്റെ അവരെ റോഡിൽ കിടക്കുകയാണ്. എന്താ ആലോചിക്കുന്നത്? എങ്ങനെ ഇവിടെ എത്തിയെന്നാണോ? അതെ. തലയ്ക്ക് അടിയേറ്റതിന് ശേഷം ചേട്ടന്റെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു? അതെന്താ അങ്ങനെ ചോദിച്ചു? എന്നെ കണ്ട അങ്ങനെ തോന്നുന്നു? ഏയ് അതല്ല, എന്തിനും ഏതിനും ഉരുളക്കുപ്പേര് പോലത്തെ മറുപടി പറയുന്ന ചേട്ടായി ഇന്നെന്താ എല്ലാത്തിനും ഒരു മന്ദബുദ്ധിയെ പോലെ കണ്ണിങ്ങനെ കൂരിട്ടി ഒരു പരിഭ്രമം പോലെ? അതിന് കാരണം നിന്നെ ഇന്നലെ കാണാത്ത ആധിയിൽ അമ്മയ്ക്ക് ചെറിയൊരു ബോധക്കേടുണ്ടായി. അയ്യോ, എന്നിട്ട്? ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കൂടുതലും സംഭവിച്ചില്ല. എങ്കിലും തലയടിച്ച് വീണ അമ്മ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യോ, അമ്മയുടെ എനിക്കിപ്പോ കാണണം. ബഹളം വെക്കരുത്. ഒന്നും സംഭവിക്കാത്ത മാതിരി വേണം നീ ഇപ്പൊ പെരുമാറാൻ. അമ്മ എന്ത് ചോദിച്ചാലും അതെന്നെ പറയാവൂ. അതെ. ഇപ്പോഴല്ല, അമ്മയുടെ മുമ്പിൽ ചെല്ലുമ്പോ. വാ. ചായ പോയോ? അമ്മേ. സ്റ്റേഷനിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട്? അതെ. പിന്നെന്താ ഈ വേഷത്തില്? ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വരുന്ന വരവാ. ബാല, ബാല, എന്താ അമ്മേ? എന്ത് പറ്റി നിന്റെ അരിയന്? അമ്മ പറയൂ, എന്ത് പറ്റി? ഇത്രയും നേരം എന്റെ കയ്യിൽ കുഴമ്പിട്ട് തടവി ദാ ഇവിടെ ഇരുന്ന ആളാ. അതെ. കുഴമ്പോ? എന്നിട്ടിപ്പൊ എന്നോട് പറയാ ഡ്യൂട്ടിക്ക് പോയിട്ട് വരികന്ന്. ഇവിടുന്ന് വിളിച്ചോണ്ടോ ഞാനല്ലേ? നീ എന്താ അമ്മ കളിയാക്ക? വേണ്ട ബാല, അവൻ തമാശ പറഞ്ഞതല്ലേ. കുറച്ചു മുമ്പ് തമാശകൾ പറഞ്ഞു തരികയായിരുന്നു. ഉണ്ണി, ഉണ്ണി, എന്താ? നീ എന്താ അമ്മ വിളിച്ച കേട്ടില്ലേ? എന്താ അമ്മേ? നീ നേരത്തെ എന്നോട് പറഞ്ഞ ആ ഹോട്ടലുകാരന്റെ തമാശയെന്ന് പറഞ്ഞ്. അയ്യോ. അമ്മേ, ഒരു മിനിറ്റ് നീ വന്നേ. അതെ, ഇതിനിടെ ചായ കുടിച്ചോ? ഏത് ഹോട്ടലുകാരന്റെ കാര്യം അമ്മയെ പറയണേ? അവൻ ഇതിനിടെ തമാശയും പറഞ്ഞു. ആര്? അല്ല, നീ ഇതിനിടെ തമാശയും പറഞ്ഞോ? ഞാൻ അങ്ങനെ ഒരു ഹോട്ടൽ തമാശ പറഞ്ഞിട്ടേ ഇല്ല. നീ അങ്ങനെ ഒരു തമാശ പറഞ്ഞിട്ടുമില്ല, അമ്മ അങ്ങനെ ഒരു തമാശ കേട്ടിട്ടുമില്ല. പിന്നെ അമ്മയോട് ആരാ തമാശ പറഞ്ഞത്? അമ്മ ഇതെവിടെ നിന്ന് കേട്ടു? അവിടെയാണ് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞ അമ്മയുടെ കുഴപ്പം. ചേട്ടായിക്ക് ഏതെങ്കിലും ഡോക്ടറെ കാണിക്കായിരുന്നില്ലേ? കാണിച്ചു. എന്നിട്ട്? അപ്പോഴാണ് ഡോക്ടർ ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞത്. എന്താ അത്? അമ്മയുടെ അസുഖം സാവധാനമേ മാറുന്നു. പിന്നെ അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ആരും പറയാനും പാടില്ല. അഥവാ പറഞ്ഞാൽ അമ്മ കേൾക്കാനും പാടില്ല. ഞാൻ അമ്മ ഇപ്പൊ തന്നെ കണ്ടു. വേണ്ട, അമ്മ റിലാക്സ് ചെയ്യട്ടെ. മിണ്ടരുത്, അമ്മ റെസ്റ്റ് എടുക്ക. അതെ, എന്താ? അമ്മയ്ക്ക് നല്ല സുഖമില്ല. വീണ്ടും തല ഇറങ്ങിയോ? ശബ്ദം ഉണ്ടാക്കിയാൽ വീണ്ടും തലവെച്ച് വീഴും. പോവല്ലേ? ഞാനകത്തേക്ക് പറ്റും. ഇതാരാണാവോ? എന്റെ ക്ലാസ്മേറ്റാ. ഇയാളെന്താ ഇവിടെ? എന്താ, എനിക്കിവിടെ വരാൻ പാടില്ലേ? അതല്ല, എന്നെ കാണാൻ വന്നതല്ലല്ലോ എന്നാ ചോദിച്ചത്. ഇവിടെ പിന്നെ ഞാൻ ആരെ കാണാനാ വരേണ്ടത്? എന്റെ പോലീസ് അവരൻ ആള് മോശമല്ലല്ലോ. 2 പെണ്ണുങ്ങളെ ഒരേ സമയം പ്രേമിച്ച് നടക്കുക, അപാര ചങ്കൂറ്റം തന്നെ. എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഇങ്ങനെ കാണാറുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇല്ല. ഭാഗ്യം. എന്താ അങ്ങനെ പറഞ്ഞു? അല്ല, ഞാൻ ഇങ്ങനെ വീടിന് മുന്നിൽ ഒരു പെൺകുട്ടിയുമായി ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന വീട്ടുകാർ കണ്ടാൽ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? തൽക്കാലം കുട്ടി ഇവിടെ നിന്ന് പോ. ഇപ്പൊ ഞാൻ പോവാം. പക്ഷേ ഉണ്ണിയുമായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സംസാരിച്ചോളൂ, അതിന് ഞാൻ എന്തിനാ? തമാശ കള ഉണ്ണി, ഞാൻ സീരിയസ് ആയിട്ടാ, കേട്ടോ? സംസാരിക്കാണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ തന്നെ സംസാരിക്കാം. അതാ നല്ലത്. എങ്കിൽ നമുക്ക് പുറത്തു പോയി ഒരു കോഫി കുടിച്ചോണ്ട് സംസാരിക്കാം. എങ്ങോട്ട് വേണമെങ്കിലും പോ. വണ്ടി എടുക്ക. ആരാ കാറിൽ പോയത്? ഈശ്വര, അവ കാർ ഓടിച്ചോട്ട് പോയോ? മൂസ, ആരാ കാറിൽ പോയത്? സാറിന്റെ ക്ലാസ്മേറ്റ്. എന്റെ ക്ലാസ്മേറ്റോ? ക്ലാസ്മേറ്റോ? സാറും ആ പെണ്ണും കൂടെ ഇവിടെ നിന്ന് സംസാരിക്കുന്ന കണ്ടിട്ടല്ലേ ഞാൻ അകത്തോട്ട് പോയത്. പെണ്ണോ? ഞാനോ? ഇവിടെ ഇതെന്താ എല്ലാവർക്കും സംഭവിച്ചത്? തുടങ്ങി. ഇവനിപ്പോ ഇതൊരു സ്ഥിരം പതിവാ. അല്ല സാറേ, കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്റെ ക്ലാസ്മേറ്റ് ഇവിടെ വന്നിരുന്നെന്ന്. ഞാനോ? അതെ, നീ തന്നെ. അതിന് മുമ്പ് പറഞ്ഞു നമ്മുടെ അമ്മയുടെ ക്ലാസ്മേറ്റ് ഇവിടെ വന്നിരുന്നെന്ന്. നീ എന്താടാ വിചാരിച്ചേ? നീ പറഞ്ഞ എന്തും ഞങ്ങളങ്ങ് വിശ്വസിക്കുന്നു. നിന്നെ ഞാൻ പോട്ടെ ചേട്ടായി. അല്ല സാറേ, ഞാൻ പുറത്തു നിന്നും വന്നു. അപ്പൊ ഈ സാറ് കേട്ടോ ഉണ്ണി, എടാ നീ പകത്തുനിന്നല്ലേ വന്നേ? നീ പറഞ്ഞ എന്താ പുറത്തുനിന്നാ വന്നെന്ന്? ഇപ്പൊ ഞാൻ അകത്തു നിന്നാ വന്നത്. പക്ഷെ നേരത്തെ ഞാൻ പുറത്തുനിന്ന് വന്നല്ലോ. ഉണ്ണി, നീ ആ ഫോൺ എടുക്ക. സാറേ, ഞാൻ
എടാ ഒരു ചേട്ടന്റെ മുന്നിൽ വെച്ചാണോ അനിയൻ പെണ്ണുമായിട്ട് സംസാരിച്ചെന്ന് പറയുന്നത്? ഇനി അഥവാ അത് സത്യമാണെങ്കിൽ ഞാൻ കേൾക്ക പറയാവോ? അയ്യോ സാറേ, ഞാൻ അത്രയും ഓർത്തില്ല. അല്ല സാറേ, എന്നാലും മിണ്ടരുത്. ഉണ്ണി സാർ ഒരേ സമയം പുറത്തോട്ടും പോയി അപ്പൊ തന്നെ അകത്തുനിന്നും വന്നു. അനിയൻ മാജിക്ക് പഠിച്ച നീ അറിഞ്ഞില്ലേ? അതാണ് ഇപ്പോഴേക്കും അങ്ങനെ മാജിക് ഇപ്പൊ ക്ലിയർ ആയില്ലേ? മാജിക് എനിക്ക് പഠിപ്പിക്കാൻ പോയി മലക്കറി കഴിവടാ. ഓ രക്ഷപ്പെടാ. ഓഫ് കോഴ്സ്, എവിടെയാണെന്ന് പറഞ്ഞാ മതി, ഞാൻ അവിടെ എത്തിക്കോളാം. അത് ഞാനാണോ പറയണ്ടേ? ഉണ്ണി പറ. എങ്കിൽ ഹൈവേ ഗാർഡൻ റെസ്റ്റോറന്റിൽ മീറ്റ് ചെയ്യാം.